you to go back to that video that we saw. Close your eyes. Malayalam is better. Okay, Malayalam is better. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഉണ്ട്, അതിൽ ഈശോനെ അടിക്കുന്ന ചവിട്ടിയോട് അടിക്കുന്ന സീനുണ്ടല്ലോ, അത് കണ്ണുകൂടി ധ്യാനിക്കുക. You saw that he was whipped on his back. മമ്മി കണ്ടത് വന്നിട്ട് ആളെ പിന്നിലെ ചവിട്ടിയോട് അടിച്ചിട്ട് പിന്നീന്ന് വരുന്നതാണ് മമ്മി കണ്ടത്. And after they finished whipping him on his back, they opened the handcuff and opened his chest, and then he was whipped on his chest. അത് കഴിഞ്ഞപ്പോൾ ആ കയ്യിലുള്ള വല ഊരിയിട്ട് തിരിച്ചിട്ടിട്ട് നെഞ്ഞത്താണ് പിന്നെ അടിച്ചത്. You saw those hooks going into his flesh and tearing his flesh. അറ്റത്തുണ്ടായിരുന്ന ആ കമ്പും കൊളത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ചടയുടെ ഉള്ളിൽ ചെന്ന് ആ മജ്ജ വലിച്ചെടുത്ത്. Every time Jesus got whipped on his body, a portion of his flesh tore open. ഓരോ പ്രാവശ്യം ചവിട്ടി കൊണ്ട് അടിക്കുമ്പോഴും ആളുടെ ശരീരത്തിലുള്ള മജ്ജകളും പുറത്തു വരികയായിരുന്നു. And as the Jesus word says, as you look at his wounded body, the healing power flows. നമ്മുടെ ബൈബിളിൽ പറയുന്നത്, ഈശോ പറയുന്നത്, ഓരോ പ്രാവശ്യം നമ്മൾ ഈശോയുടെ ആ മുറിവേറ്റ ശരീരം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പൂർണ്ണ സൗഖ്യം വരികയാണ്. As you look at his wounded body, the healing power flows. നമ്മൾ ആളുടെ ആ ചവിട്ടിയേറ്റ ശരീരം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സൗഖ്യം പടരുകയാണ്. As you keep looking at the wounded body of Jesus, the healing power flows into your body. നമ്മൾ ആളുടെ ചവിട്ടിയേറ്റ ശരീരം കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ സൗഖ്യം വരികയാണ് ചെയ്യുന്നത്. Right now, as you are looking, ഇപ്പോൾ മമ്മി അത് കാണുമ്പോൾ the healing power has begin to flow into your body. ആ സൗഖ്യത്തിന്റെ ശക്തി മമ്മിയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. That lump in your body ആ കട്ടി, മമ്മിയുടെ ശരീരത്തിലുള്ള ആ കട്ടി is destroyed by the power of God. അത് കംപ്ലീറ്റ് ആയിട്ട് ഈശോ എടുത്തു മാറ്റാണ് ചെയ്യുന്നത്. That heart pain, മമ്മിയുടെ that heart problem മമ്മിക്ക് നെഞ്ചുമുള്ള അസ്വസ്ഥത is completely healed now. അത് കംപ്ലീറ്റ് ആയിട്ട് ദൈവം എടുത്തു മാറ്റാണ് ചെയ്യുന്നത്. And by his stripes, അങ്ങേരുടെ ചമട്ടേടി കൊണ്ട്, by his wounds, അങ്ങേര് കഷ്ടപ്പെട്ട ആ ഊൺസ് കാരണം കൊണ്ട് ആ മുറിവ്, your whole body is healed. മമ്മിയുടെ മുഴുവൻ ശരീരവും സൗഖ്യം പ്രാപിച്ചു. Because Jesus' whole body was wounded. കാരണം എന്താ വെച്ചാൽ കർത്താവിന്റെ മുഴുവൻ ശരീരവും മുറിവേക്കപ്പെട്ടു. And by that wounds, your body is healed. ആ മുറിവിൽ കാരണം കൊണ്ടാണ് മമ്മിക്ക് ഇന്ന് സൗഖ്യം കിട്ടുന്നത്. And in the name of Jesus, I curse and I rebuke that lump. ഈശോയുടെ നാമത്തിൽ ഞാൻ ആ കട്ടീനെ ഞാൻ ശപിക്കുകയാണ്. And I command it to leave your body. ഞാൻ അതിനോട് കൽപ്പിക്കുകയാണ് എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട്. And it is gone out of your body. ഇത് ഓൾറെഡി പോയി കഴിഞ്ഞു. It is gone out of your body. അത് പോയി കഴിഞ്ഞു മമ്മിയുടെ It ശരീരത്തിൽ. is gone out of your body. അത് മമ്മിയുടെ ശരീരത്തിൽ പോയി. It is gone out of your body. പോയി കഴിഞ്ഞു മമ്മിയുടെ ശരീരത്തിൽ. It is gone out of your body right from the root. ആയിട്ട് പോയി കഴിഞ്ഞു. അതിന്റെ വേരോട് കൂടി അത് പോയി കഴിഞ്ഞു. This word has operated your chest. ഈ പറഞ്ഞ വാക്യങ്ങൾ മമ്മിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചികിത്സ നടത്തി കഴിഞ്ഞു. This word of God has uprooted that lump. ഈ പറഞ്ഞ വാക്യത്തിലൂടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ടി എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. And your chest is completely healed. മമ്മിയുടെ നെഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. Your body is completely healed. മമ്മിയുടെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus, for healing us. Thank you, Jesus, for healing us, setting us free. Ask her to go inside and check. She was searching again and again. She said, no, it has to be there. It was here, it was here. She told me, you also check. I couldn't find it anywhere. There was no lump anywhere. Nalla Sari. Praise God. Romba Sari. Praise God. Okay.